എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാളൂസ് ടൈലറിംഗ് ക്ലാസ് ഷാജ. ഇന്ന് ബേസിക് സ്റ്റിച്ചിങ് ക്ലാസ് നമ്പർ 4 ആണ്. പെറ്റിക്കോട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിപ്പോൾ 1 മീറ്റർ ഞാൻ തുണി എടുത്തിട്ടുണ്ട്, കോട്ടൺ ക്ലോത്ത്. ഇതൊരു 9 വയസ്സുള്ള കുട്ടിക്കാണ്. അപ്പോൾ തുണി മടക്കണത് എങ്ങനെയാണ് ഫസ്റ്റ് നോക്കുക. ഇതിങ്ങനെ നടുക്കെ ഒന്ന് മടക്കിയിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം നമ്മൾ മടക്കുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നോക്കുക. നേരെ അതിനെ ഒരു മടക്ക് കൂടി മടക്കുക. ഓക്കെ, നിങ്ങൾക്ക് മടക്ക് കൺഫ്യൂഷൻ വരരുതെന്ന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എടുത്ത് കാണിക്കുന്നത്. നമ്മളത് ഫുള്ളായിട്ട് മടക്കുക. 1 മീറ്റർ മതിയാവും. കറക്റ്റ് ഇങ്ങനെ നമ്മൾ മടക്കി വെച്ചു. എനിക്കിപ്പോൾ കയ്യിലുള്ള പെറ്റിക്കോട്ടിൻ്റെ അളവിൽ വെച്ചിട്ട് കുറച്ച് തുണി കുറവാണിതിൽ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് കണ്ടില്ലേ. ഇപ്പോൾ ലെങ്ത്ത് വെച്ച് നീളം വെച്ച് നോക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് മടക്കി അടിക്കാൻ ഉള്ളത്, അടിമടക്കി അടിക്കാനുള്ള കുറവാണ്. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ പെറ്റിക്കോട്ടെ കുറച്ചൊന്നും അല്ലേ, പണ്ടത്തെമാരി ഇങ്ങനെ ഞൊറിയൊന്നും വെച്ചിട്ടൊന്നും ഇപ്പോൾ ആരും ഇടില്ല. മോൾക്കാണെങ്കിലും മോൾക്കുള്ളതാണിത്, ആരും ഇടില്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എടുക്കുമ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് ലെങ്ത്ത് തികയില്ല. അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോണത് ഇങ്ങനെ വെച്ചിട്ട് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. മടക്കിയ വശം എൻ്റെ സൈഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടോട്ടൽ ലെങ്ത്ത് എടുക്കുമ്പോൾ ടോട്ടൽ ലെങ്ത്ത് എടുക്കുക, പ്ലസ് ഒരു 1.5 ഇഞ്ച് അടിമടക്കി അടിക്കാനായിട്ട് എടുക്കുക. ഓക്കെ, ഈ ഒരു അളവിലാണ് ഞാൻ മെഷർമെൻറ്റ് എടുക്കാൻ പോണത്. കാരണം നമുക്ക് ബോഡി മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലാവില്ല ബിഗിനേഴ്സിന്. പിന്നെ അത്യാവശ്യം അറിയണവർക്ക് പെറ്റിക്കോട്ടിൻ്റെ വീഡിയോ ആവശ്യമില്ല, നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഒരു ഉടുപ്പോ ഫ്രോക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുരിദാറൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഈ ഒരു കൈ ജോയിനിങ്ങിൻ്റെ അവിടെ, അല്ലെങ്കിൽ നമ്മളിവിടെയാണല്ലോ കൈ ജോയിൻ വരിക, അതായത് ആ ഒരു ഭാഗം തൊട്ടിട്ട് അപ്പുറത്തൊരു ഭാഗം വരെയുള്ളത് 11 ഇഞ്ചാണ്. അപ്പം നമുക്ക് അതിൻ്റെ കറക്റ്റ് പകുതി വന്നിട്ട് 5.5 എടുക്കുക. തയ്യൽ തുമ്പ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഉള്ളിലേക്ക് കുറച്ചുകൂടി പോകും നമുക്കത്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡ്രസ്സ് ഇടുമ്പോൾ കാണുമല്ലോ. അപ്പോൾ 5.5 തന്നെ എടുക്കുക, തയ്യൽ തുമ്പ് എടുക്കണ്ട. പിന്നെ നമുക്ക് എടുക്കേണ്ടത് കൈക്കുഴി എന്ന് പറയുന്നതിന് നമ്മൾ ആദ്യം മുകളിലത്തെ ഷോൾഡറാണ് കേട്ടോ. താഴെ എങ്ങനെ എടുക്കുന്നതിന് കൈക്കുഴി അല്ലെങ്കിൽ ആം ഹോൾ എന്ന് പറയും. അത് 6 ഇഞ്ചാണ്. നോക്കുക, നമ്മൾ നേരെ എടുക്കുമ്പോൾ നമ്മുടെ ആ കുഴി എവിടെയാണോ ആ ഒരു ചെസ്റ്റ് വരുന്നത് അത് 6 ഇഞ്ചാണ്. ഞാനൊരു 1/2 ഇഞ്ചോട് കൂട്ടിയെടുക്കുക. അപ്പോഴേ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ അത് പെറ്റിക്കോട്ട് എടുത്ത് കാണും. ഓക്കെ, ഈ കൈക്കുഴി എന്ന് പറയുന്നത് ആ ഒരു ഭാഗം അവസാനിക്കുന്ന ആ ഒരു ലൈനാണ് അവസാനിക്കുന്നത്, മേളുന്ന ആ ലൈൻ അവസാനിക്കുന്ന ഭാഗമാണ് കൈക്കുഴി എന്ന് പറഞ്ഞത്. ഇപ്പോൾ അളക്കുന്നത് ചെസ്റ്റ് വന്നിട്ട് 17 ഇഞ്ചാണ് ചെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മേളുന്ന് താഴത്തേക്ക് ആ ഒരു ചെസ്റ്റ് ലൈൻ വരെയുള്ള എടുക്കണതിനെയാണ് നമ്മൾ കൈക്കുഴി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് എടുത്തു, 17ൻ്റെ പകുതി എടുത്തു, പ്ലസ് ഒരു 1 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പും കൂടി കൊടുത്തു. ഓക്കെ, 17ൻ്റെ പകുതിയും 1 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പുമാണ്. ഓക്കെ, 17ൻ്റെ പകുതി 8.5 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി ചേർത്ത് 9.5 എടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആം ഹോള് 6.5 നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്ന ലൈന് 6.5. ഓക്കെ, അതിന് ആം ഹോൾ എന്ന് പറഞ്ഞാൽ അതിൽ അപ്പോൾ 6.5യുടെ പകുതി എന്ന് പറയുമ്പോൾ 3.4 മാർക്ക് ചെയ്യാം. ആ 3.4ൻ്റെ അവിടെ നിന്ന് മേളിന്ന് 3.4 വരെ സ്ട്രെയിറ്റ് ലൈൻ വരും. ഓക്കെ, പിന്നെ അതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് ആ ഒരു കോണിപ്പണ്ടില്ലേ ആ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. വലിയ ഒരു 7 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കൊക്കെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അല്ലാത്തവർക്ക് ഒരു 1.5 ഇഞ്ച് വെച്ച് എടുത്താലും കുഴപ്പമില്ല. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1.5 ഇഞ്ച് വെച്ച് എടുക്കാം. നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരിക. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഇതിലിപ്പോൾ പെറ്റിക്കോട്ടിൽ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആംഹോൾ ആയാലും കുഴപ്പമൊന്നുമില്ല, അത് അറിയില്ല, കാരണം നമുക്ക് ലൂസായിട്ടിരിക്കും. നമ്മളിങ്ങനെ ചെസ്റ്റ് ലൈനിലേക്ക് അവസാനിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ മെഷർമെൻറ്റ് ബോഡിക്ക് എടുക്കേണ്ട ആവശ്യമില്ല, സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യാം. ഇനി നമുക്കത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അളവെടുത്തിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ എനിക്കത് കുറച്ച് തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ഞാൻ കാണിച്ചു തന്നു, ഒരു കൈക്കുഴിയുടെ എൻഡ് തൊട്ടിട്ട് മറ്റേ കൈക്കുഴിയുടെ എൻഡ് വരില്ല ആ ലൈന്. ഓക്കെ, നമ്മളിത് എങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിലിപ്പോൾ ആം ഹോൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയാലും വെച്ചാലൊന്നും കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ ഒരു ജോയിൻറ്റ് മുകളിലുള്ളതുകൊണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കാം. അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പോർഷൻസ് 2 ലെയർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കഴുത്തിറക്കവും കഴുത്തകലവും നോക്കണം. അപ്പോൾ നമ്മുടെ ടോപ്പ് എടുക്കുക. ടോപ്പിന് വെച്ചിട്ട് എല്ലാം കൂട്ടി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കാണാൻ പറ്റും. ടോപ്പ് എടുത്തിട്ട് നമുക്ക് 4 ഇഞ്ച് ഇങ്ങനെ പൊക്കി വെച്ച് നോക്കുമ്പോൾ 4.5 ഉണ്ട് നമുക്ക്
അപ്പോൾ ഞാനൊരു 5.5 എടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ എടുത്താൽ മതി. തല കയറാനും നമുക്ക് ഉടുപ്പ് മേളിൽ കയറി വരാതിരിക്കാനും ശ്രദ്ധിക്കണം പെറ്റിക്കോട്ട്. അപ്പോൾ നമുക്ക് 5.5 എടുക്കുന്നുണ്ട്. ഓക്കെ, 5.5 എടുക്കുക. കഴുത്തിറക്കം കൂട്ടിയെടുക്കുക, 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. കഴുത്തിറക്കം നിങ്ങളുടെ കയ്യിലുള്ള അളവിന് വെച്ചിട്ട് 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കഴുത്തകലം വന്നിട്ട് നോക്കുക. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇത്തിരി വൈഡായി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കിതിപ്പോൾ 6 ഇഞ്ച് ആണ് ഇതിലുള്ളത്. 6 ഇഞ്ച് പറയുമ്പോൾ 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ചാണ് വരിക. പക്ഷേ 3 ഇഞ്ച് നമുക്കത് എടുക്കാൻ പറ്റില്ല. കാരണം 3 ഇഞ്ച് നമ്മൾ 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ച് കണക്ക് മറക്കരുത്. 6ൻ്റെ പകുതി 3 ഇഞ്ചാണെങ്കിലും നമുക്ക് 3.25 എടുത്തു. ഞാൻ 3.25 എടുത്തിട്ട് നമ്മൾ വീണ്ടും മടക്കി വരുമ്പോൾ അത് വീണ്ടും ഉള്ളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് പിന്നെ കുറച്ചുകൂടി ചെറിയ ആ ഒരു ഭാഗമായിരിക്കും കിട്ടുക. അപ്പം വീണ്ടും നമുക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം 3 ആണ് കിട്ടിയെങ്കിൽ 3.25 എടുക്കുക. അത് ചെയ്ത് വരുമ്പോൾ അത് 3.25 3.5 വൈഡായിട്ട് വരും കഴുത്ത് അങ്ങനെ വരും. ഇനി നമ്മൾ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒന്ന് വരച്ചു കൊടുക്കുക. ഇതിപ്പോൾ സ്കെയിലൊന്നും വെച്ച് അങ്ങനെ ഒരു നെക്കം കണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ഒന്ന് കഴുത്തൊന്ന് ഷേപ്പ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 2 ലെയർ കിട്ടിയിട്ടുണ്ട്. ആ 2 ലെയറിൽ ഫ്രണ്ടും ബാക്കിനും കൂടി ഒരു ലെയർ. അത് ഏത് വേണമെങ്കിലും ഫ്രണ്ട് എടുക്കാം, ഏത് വേണമെങ്കിലും ബാക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ലെയർ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചീത്ത വശവും ഒരുമിച്ച് വയ്ക്കുക എന്ന് പറയും. അതായത് റോങ് സൈഡ് ആയിരിക്കണം. ഇതിപ്പോൾ ഒരു പ്ലെയിൻ തുണി ആയതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. പക്ഷേ പറയുന്നത് നമ്മൾ ചെയ്യണ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു തുണിയുടെ ചീത്ത വശം ഒരുമിച്ച് വെച്ചിട്ട് ഒരു ഷോൾഡർ മാത്രം ജോയിൻ ചെയ്യുക, മറ്റു ഷോൾഡർ ജോയിൻ ചെയ്യരുത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ ഫേസ്ബുക്കുള്ളവരെല്ലാം മാളൂസ് ടൈലറിംഗ് ക്ലാസ് ഇൻചാർജ് ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നെക്ക് നോക്കുക. ഇത്തിരി പാടാണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് ഇത്തിരി ടഫാണ്. തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് അങ്ങനെയാണ്. പിന്നെ റെഡിമെയ്ഡിൽ കിട്ടണമാരുള്ള മെത്തേഡിൽ നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയായി പോവും. അത് ശരിയാവില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ സാധാരണ നാടൻ പണ്ടത്തെ പെറ്റിക്കോട്ടിൻ്റെ കഴുത്ത് എങ്ങനെയാണോ ഉരുട്ടിയടിക്കണം അതുമാതിരി നമ്മൾ അങ്ങനെ അടിക്കുക നമ്മൾ. അപ്പം നമ്മുടെ തുണിയുടെ ചീത്ത വശം എടുക്കുക. നമ്മൾ ഒരു ഷോൾഡറിലേ ജോയിൻ ചെയ്തിട്ടുള്ള അപ്പോൾ ഒരു ഷോൾഡർ ബാക്കി ഇരിപ്പുണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, അതിനെ ഞാൻ എടുത്ത് കാണിക്കുന്നത്. നമ്മുടെ തുണിയുടെ ചീത്തവശം ഉൾവശം എടുക്കുക. ഉൾവശത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒരു ഷോൾഡറിൻ്റെ വശം എടുത്തിട്ട് നമുക്കതങ്ങോട്ട് ഇങ്ങനെ രണ്ടാക്കി കുഞ്ഞായിട്ട് മടക്കിയെടുക്കുക. ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ മടക്കുന്ന പോലെ നിങ്ങൾക്ക് ചില സമയം മടക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഒരു നമ്മളെ പിന്ന് അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പേളിൻ്റെ എൻ്റെ ഉള്ള അങ്ങനെ ഒരു പിന്ന് മേടിച്ച് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നിങ്ങനെ കുത്തി വെച്ചിട്ട് നിങ്ങളിങ്ങനെ വെച്ച് ചെയ്ത് വരിക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരില്ല. പിന്നെ കുത്തി വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഇതാക്കിയിട്ട് അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തു പോകുമ്പോൾ ഒന്ന് 4 ഇഞ്ച് മടങ്ങി വരും, ഒന്ന് 1/2 ഇഞ്ച് മടങ്ങി വരും, ഒന്ന് 1 ഇഞ്ചിന് മടങ്ങി വരും. മാക്സിമം കോട്ടൺ തുണിയിൽ ചെയ്തെടുക്കുക. കോട്ടൺ ലൈനിങ് മെറ്റീരിയൽ അല്ലെങ്കിൽ കോട്ടൺ തുണിയിൽ ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കാൻ കിട്ടും. അപ്പോൾ 4 ഇഞ്ചിൽ നമ്മളിങ്ങനെ മടക്കി വെക്കാം. മടക്കി ഇങ്ങനെ ആദ്യം ഒരു മടക്ക്, വീണ്ടും ഒരു മടക്കിയിട്ട് ഒന്ന് ചെറിയ ഒരു പിന്നൊന്ന് ഇട്ട് കൊടുക്കുക. ചെയ്തു വരുമ്പോൾ പിന്നൂരി വരിക. അപ്പം നമ്മളിതിങ്ങനെയാണ് കഴുത്താണെങ്കിലും ഇതിൻ്റെ സ്ലീവിൻ്റെ ആ ഭാഗമാണെങ്കിലും നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ എന്താ പറയുക, നമ്മളൊരു ബൂസ്റ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് റോങ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളതിന് നല്ല വണ്ണം സപ്പോർട്ട് ചെയ്യുന്ന കമൻസാണ് എനിക്ക് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വളരെ എന്താ പറയുക, ഇത്രയും ഇത് പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ നല്ല കമൻസാണ് എനിക്ക് അതിനു വേണ്ടി തന്ന് സപ്പോർട്ട് ചെയ്തത്. താങ്ക് യു സോ മച്ച്. പിന്നെ ഡെയിലി ഇത് അപ്ലോഡ് ചെയ്യാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ല. പക്ഷേ ക്ലാസ് ഒന്നും നിന്നിട്ടില്ല. നമ്മുടെ ബേസിക് ക്ലാസ് കണ്ടിന്യൂസ് ആയി ഉണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ബേസിക് ക്ലാസ് ഫോളോ ചെയ്യുന്നവർ ബേസിക് 1, 2, 3, 4 തന്നെ നമ്മുടെ പിക്ചറിലെ ഫോട്ടോയിലുണ്ടാകും. അത് വെച്ച് തന്നെ ഫോളോ ചെയ്ത് വരാം. അതൊന്നും നമ്മുടെ ക്ലാസ് നിർത്തിയിട്ടില്ല. ക്ലാസ് ഉണ്ടാകും. അടുപ്പിച്ച് ചെയ്യുന്ന അത് വർക്കിംഗ് ലേഡീസിന് അതിന് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആഴ്ചയിൽ 1 വെച്ച് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ഒരു 2-3 ക്ലാസ് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 വെച്ച് ഞാൻ ക്ലാസ് ഇടുന്നതായിരിക്കും. നമ്മളിപ്പോൾ നെക്ക് എടുത്തല്ലോ, ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം.
ഒന്ന് ഇപ്പം ഇങ്ങനെ വൈഡായിട്ട് നിൽക്കണം തോന്നി, ഇങ്ങനെ ഒന്ന് നെക്ക് ഇങ്ങനെ നിൽക്കണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരും നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് നെക്ക് ചെയ്താൽ ഇങ്ങനെ വരും. ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. നെക്ക് എപ്പോഴും നമ്മൾ ഏത് ടൈലർ ഷോപ്പിലാണെങ്കിലും അവരൊരു സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവരത് അയൺ ചെയ്തിട്ടായിരിക്കും പുറത്ത് കൊടുക്കുക. അതേമാതിരി നെക്കൊന്ന് അയൺ ചെയ്യുമ്പോൾ കറക്റ്റാവും. ഇനി ആ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. ബാക്കിയുള്ളത് രണ്ടും കൂടി വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാം. വീഡിയോ ആദ്യം തുടക്കത്തിൽ മീൻസ് ഒട്ടും അറിയാത്തവർക്ക് കാണുമ്പോൾ ചില സമയം മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കാം. ഒരു തവണ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറയരുത്. 2, 3, 4 തവണ കണ്ട ശേഷം ചെയ്യാൻ നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. എപ്പോഴും ഷോൾഡർ എല്ലാം നമ്മൾ അടിവശം നല്ല വശം ചേർത്താണ് ജോയിൻ ചെയ്യുക. നിങ്ങളൊരു ഐഡിയ വെച്ച് നോക്കുക. പിന്നെ നമ്മൾ വീണ്ടും ചീത്ത വശത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കൈക്കുടിയുടെ ഭാഗം മടക്കിയിട്ട് തയ്ക്കുക. രണ്ടാക്കി ഉരുട്ടി മടക്കുക. കണ്ടോ, അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞാനത് ചീത്ത വശത്തിൻ്റെ ഉള്ളിലാണ്, കാരണം ഷോൾഡർ ജോയിൻ്റ് അവിടെയുണ്ട്. ഇത് നിങ്ങളിങ്ങനെ പിന്നിട്ട് വെച്ചിട്ട് തന്നെ ചെയ്ത് വരിക, എന്നിട്ട് അയൺ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്യുമ്പോഴും ഇങ്ങനെ ചുരുണ്ട് കയറിയമാര് നമുക്ക് തോന്നും, പക്ഷെ അത് അയൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മടക്ക് കറക്റ്റായിട്ട് വരും. വലിച്ചു പിടിക്കരുത്, എനിക്ക് പറയാൻ വിട്ടുപോയി. നമ്മളത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരിക്കലും പിടിക്കരുത്. വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ആകെ അതിൻ്റെ ഷേപ്പ് പോയി കിട്ടും, നമുക്ക് ഷേപ്പ് കിട്ടില്ല. ആ തുണി അതിൻ്റെ ലെവലിൽ ഇരുന്നോട്ടെ, നമ്മൾ ചുമ്മാ മടക്കി വെച്ചാൽ മതി. എന്നിട്ട് നമുക്കത് അങ്ങോട്ട് ചെയ്ത് വരാം. ഇതേമാതിരി തന്നെ അപ്പുറത്തെ നമുക്ക് കൈക്കുഴിയുടെയും അല്ലെങ്കിൽ ആ സ്ലീവിൻ്റെ എൻ്റെ ഭാഗവും നമുക്ക് ഇതുമാതിരി മടക്കി അടിക്കുക. അതിനുശേഷം നമ്മൾ 1 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ബോഡി ജോയിൻ ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുക, ഞാനിപ്പോൾ 2 സൈഡും ഒരു സൈഡ് ഫിനിഷ് ചെയ്തു. അപ്പോൾ അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡും ഫിനിഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ 2 സൈഡും കഴുത്തും കഴിഞ്ഞു. ഈ ഭാഗം എല്ലാം കഴിഞ്ഞു. കറക്റ്റോ? പിന്നെ ഈ ടേബിളിൽ കാണുന്നത് ഗ്ലൂ ആണ് കേട്ടോ. അത് ഗ്ലൂ ഞാൻ മിറർ വർക്ക് ചെയ്തപ്പോൾ അതിലെ ഗ്ലൂ മൊത്തം പോയിട്ട് അത് എടുത്ത് കളയാൻ വിട്ടുപോയി. ഇപ്പോൾ പോകുന്നില്ലാത്തൊരവസ്ഥയെ, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പം നമ്മളത് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ബോഡി ക്ലോസ് ചെയ്യാം കേട്ടോ. ബോഡി ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചീത്ത വശത്തിൻ്റെ നമ്മുടെ തുണിയുടെ അടിവശം എടുക്കുക. എന്നിട്ട് നോക്കുക, 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി ലൂസൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. ബോഡി നമുക്ക് ഉള്ളിലുള്ള ഡ്രസ്സല്ലേ നമുക്ക്. എന്നിട്ട് നമ്മുടെ ഉൾവശത്ത് കൂടെ നമ്മൾ 1 ഇഞ്ച് ഇങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ 1 ഇഞ്ച് എന്നുള്ളത് ഒരു 1/2 ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല. 1 ഇഞ്ച് എന്നുള്ളത് 1.25 ഇഞ്ചായാലും ടൈറ്റൊന്നും വരാൻ പോകുന്നില്ല. അത്യാവശ്യം ലൂസ് നമ്മൾ നോക്കുക. 1/2 ഇഞ്ചിൽ തയ്യൽ തുമ്പിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതിങ്ങടെ അടിച്ച് വരിക അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ബേസിക് ക്ലാസ് 1, 2, 3 എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ പെറ്റിക്കോട്ട് എപ്പോഴും ഇങ്ങനത്തെ യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലത്. മറ്റു ടൈപ്പൊന്നും ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം, കുറച്ചുകൂടി നീളത്തിൽ അങ്ങോട്ട് ഇറക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഇറക്കാൻ വേണ്ടവർക്ക് ഇറക്കാം, ഇതെടുക്കുക. ഇതിപ്പോൾ ഇത് വന്നിട്ട് 20 ഇഞ്ച് നീളമുണ്ട് കേട്ടോ. ഈ ഒരു പെറ്റിക്കോട്ടിന് 20 ഇഞ്ച് നീളമുണ്ട്. ഞാൻ ഇതിൻ്റെ നീളം 20 ഇഞ്ച് പറയാൻ വിട്ടുപോയി, കാരണം അതിൽ അളവ് ഉള്ളതിന് വെച്ച് ഒരു ഇഞ്ച് കുറഞ്ഞു വരും. എന്നാലും കുഴപ്പമൊന്നുമില്ല, മോൾക്ക് അത്യാവശ്യം ലെങ്ത്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ചെയ്തെടുത്തു. ഇനി നമുക്ക് അടിയൊന്നും മടക്കി അടിക്കാം. നോക്കുക, അടി മടക്കി അടിക്കാനായിട്ട് നമ്മൾ വീണ്ടും 2 മടക്കന്നെ മടക്കുക. 4 ഇഞ്ചിലേക്ക് മടക്കിയിട്ട് എടുക്കുക. നമ്മളിപ്പോൾ അടി മടക്കി അടിക്കാൻ തുണി നമുക്ക് അതിനാണ് ടോട്ടൽ ലെങ്ത്ത് എടുക്കുമ്പോൾ പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കാൻ പറഞ്ഞത്. എനിക്ക് പിന്നെ തുണി ഉണ്ടായിരുന്നില്ല. നമ്മളിത് അങ്ങോട്ട് ചെയ്തു വരാം. ഈ ഒരു ഭാഗം വരുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഇതുമാതിരി തന്നെ മൊത്തത്തിൽ മടക്കി ചെയ്തു തരിക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പേജിൽ ഫേസ്ബുക്കുള്ളവരോട് റിക്വസ്റ്റ് ഉള്ളത്, ഒന്ന് പേജ് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്യുക, മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്.